നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ ഗൂഗിൾ ഡ്രൈവ് എന്നൊരു സംഭവമുണ്ട്. ഈ ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് തന്നെ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്. ഇത് പല ആളുകൾക്കും അറിയാത്തതായിരിക്കും. എന്നാൽ അറിയുന്നവരാകട്ടെ ഇതുവരെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് കാണുകയേ ഇല്ല. ഏതാണ് ആ ഫീച്ചർ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാകുക. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിൾ ഡ്രൈവ് മാത്രം മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിന് വേണ്ടി ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ വലതുവശത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സ്കാൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു സ്കാനർ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് നമുക്ക് ഏത് ഡോക്യുമെൻറ്റും സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു കാർഡാണ് എടുത്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വെക്കണമെന്നില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് അത് ക്യാപ്ചർ ചെയ്തിട്ട് ഇതുപോലെ ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇനി ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ താഴെ നൽകിയിട്ടുണ്ട്. ഫിൽറ്റേഴ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫിൽറ്ററുകൾ നൽകിയിട്ടുണ്ട്. ഏതാണ് വേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, ഇനി ഒറിജിനൽ വേണോ, അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒറിജിനൽ എന്ന ഭാഗം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന അപ്ലൈ എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാനും മറ്റുമുള്ള ഓപ്ഷൻ ഇവിടെ വേറെയും ഉണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് കാർഡിൻ്റെ മറ്റൊരു വശം വേണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എത്ര പേജ് വേണമെങ്കിലും നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കാർഡിൻ്റെ മറ്റൊരു വശം ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഏത് രൂപത്തിൽ വെച്ചാലും കൃത്യമായിട്ട് അത് ക്യാപ്ചർ ചെയ്യും. ഓക്കെ, ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ആ കാർഡിൻ്റെ മറ്റൊരു വശം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. JPEG അതുപോലെ തന്നെ PDF. JPEG നമുക്കൊരു ഫോട്ടോസ് രൂപത്തിൽ നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ PDF തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രത്യേക ഫോൾഡർ തയ്യാറാക്കാം. ഇവിടെ ഫോൾഡറിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ കാർഡ് ആയതുകൊണ്ട് കാർഡ് എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണുന്ന സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അപ്ലോഡ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് അപ്ലോഡ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും ഗ്രീൻ കളറിൽ. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ PDF ആയിട്ട് അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് കാർഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത ആ ഒരു ഫയൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത കാർഡിൻ്റെ രണ്ട് വശവും ഇവിടെ സേവായി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഇവിടെയുണ്ട്. നേരെ ബാക്ക് വന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് എ കോപ്പി എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് മീഡിയയിലേക്കാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ വാട്സപ്പ് ഇവിടെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഏത് സുഹൃത്തിനാണ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടത്, ആ ഒരു സുഹൃത്തിനെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു PDF ഫയലായിട്ട് അവർക്ക് ഇത് സെൻഡ് ആകുകയും ചെയ്യും. ഏതെങ്കിലും ഒരു PDF റീഡർ ഉപയോഗിച്ചിട്ട് അവർക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, മൊബൈലിൽ സേവ് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ഡ്രൈവിൻ്റെ ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.